Watch India's largest kids library only on Jio Hotstar. Download the app now. ഭീംസിംഗ് ചെല്ലു, വെള്ളം വണ്ടി വന്നു. വേഗം ചെന്ന് വെള്ളം നിറയ്ക്ക്. ഇനി എപ്പോഴാണാവോ ഈ വെള്ളത്തിന്റെ വിഷമം തീരുക? എനിക്കാണെങ്കിൽ ഈ കൊണ്ടുവരുന്ന വെള്ളം മേടിച്ച് കുടിച്ച് സുഖം ഇല്ലാണ്ടായി. ഇനി കുളിക്കാൻ പറ്റില്ല, ദാഹം വന്നാൽ വെള്ളം കുടിക്കാൻ പറ്റില്ല, ആഹാരം പാചകം ചെയ്യാൻ പോലും വെള്ളമില്ല. ഇങ്ങനെ ഒരു ദുരന്തം ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. വേദ നഗരത്തിൽ കുടിവെള്ളം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ക്യാൻ വാട്ടറിലുള്ള വെള്ളം വാങ്ങിച്ച് കുടിച്ച് എല്ലാവരും രോഗികളായി. എന്താ ചെയ്യാ ഈ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട്? ഇതാരെങ്കിലും ഒന്ന് തീർത്തു തന്നെങ്കിൽ. ബോസ്, നമ്മുടെ വ്യാപാരം പൊടിപൊടിക്കാണ് കേട്ടോ. നഗരത്തിലുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് ബോട്ടിലാക്കി മിനറൽ വാട്ടർ ആക്കി വിറ്റ് നമ്മൾ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിൽ വെള്ളം വാങ്ങിക്കാത്തവരൊക്കെ നമ്മുടെ ടാങ്കറിലുള്ള വെള്ളം മേടിച്ച് കുടിക്കാണ്. വീർപാടി ബോസ്, പേദ നഗരത്തിൽ വരുന്ന പൈപ്പ് വെള്ളത്തിന്റെ കുഴലുണ്ടല്ലോ, ഞങ്ങൾ ചെന്നത് തല്ലിപ്പൊളിച്ച് കളഞ്ഞൂന്നേ. അവന്മാർ എത്ര തന്നെ റിപ്പയർ ചെയ്താലും വീണ്ടും ചെന്ന് തല്ലി പൊളിക്കും. ഇതിനെയാണ് പറയുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയെന്ന്. വേദനഗരത്തിൽ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളിടത്തോളം കാലം എന്റെ താവളത്തിലുള്ള എല്ലാ വെള്ളവും വിറ്റ് ഞാൻ ജനങ്ങളെ കൊണ്ട് മോന്തിപ്പിക്കും. ഒന്നോർത്തോളൂ, വേദാനഗരത്തിലെ വെള്ളത്തിന്റെ മഞ്ഞം ഓടിക്കൊണ്ടേയിരിക്കണം. ബോസേ, ഒരുപാട് നാളായിട്ട് നമ്മളിവിടെയാണ്. നമുക്ക് ഇവിടുന്ന് പോയാലെന്താണ്? ആർക്കെങ്കിലും സംശയം തോന്നിയാലാ? എങ്ങനെ സംശയം തോന്നാനാ? ഇവിടുന്ന് പോകുന്ന മിനറൽ വാട്ടർ ബോട്ടിലിന്റെ മേളിലൊക്കെ പല പല കമ്പനികളുടെ പേരല്ലേ ഒട്ടിച്ചിരിക്കുന്നത്. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല ഇതൊക്കെ ഒരാളുടേതാണെന്ന്. ഇതിനാണ് പറയുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന്. ഈ ടാങ്കർ വെള്ളം മുഴുവനും പല പല കമ്പനീസിന്റെതാ. പക്ഷേ ഇതൊക്കെ ഒരേ വഴിന്നാണല്ലോ വരുന്നത്. അപ്പൊ ഇതിന്റെ ഓഫീസും പല സ്ഥലത്ത് വേണ്ടേ? വരൂ, നമുക്ക് ഇതെന്താന്ന് അന്വേഷിക്കാം. ഞാൻ ഇതുവഴി പോയേക്കാം, നിങ്ങൾ റോഡിലേക്ക് വന്നാൽ മതി. ഓക്കേ ശിവ, ഓൾ ദി ബെസ്റ്റ്. ഈ കുട്ടി ഏതാണ്? കൊറേ നേരമായല്ലോ വണ്ടിയുടെ പുറകെ വരുന്നത്. ഏവനെ ഒരു പാഠം പഠിപ്പിക്കണം.
അവൻ പോയി അവന്റെ പാട്ടില്. അല്ല, ഇത് മുഴുവനും കള്ളത്തരമാണല്ലോ. ഈ വെള്ളത്തിന്റെ ഫാക്ടറി മുഴുവനും ഒരേ ആളുടേതാണ്. അതുമല്ലാതെ കാട്ടിലെ പഴയ പൈപ്പ് ലൈനിൽ കൂടിയാണ് ഇവര് വെള്ളം നിറയ്ക്കുന്നതും. ആ കുഴൽ അകത്ത് നിന്ന് ചീത്തയായി കാണും. അതുകൊണ്ടായിരിക്കും ഈ വെള്ളം കുടിക്കുമ്പോ എല്ലാവർക്കും അസുഖം വരുന്നത്. എടാ ചെറുക്കാ, നീ അവിടെ എന്ത് ചെയ്യാ? വേഗം ചെറുക്കനെ പിടിക്ക. അവൻ നമ്മുടെ രഹസ്യം കണ്ടുപിടിക്കാൻ വന്നതാ. അങ്കിൾ, ദാ ഇവിടെ. അവിടെ നിൽക്കാൻ. പിടിക്ക്, അവനെ വേഗം പിടിക്ക്. എന്താ അങ്കിൾ വരുന്നില്ലേ? എന്താ നിർത്തി കളഞ്ഞത്? ലഡു സിംഗ് സാറിനെ വിവരം അറിയിക്കണം. നിങ്ങളാ മലയുടെ അടിവാരത്തുള്ള ഗുഹയിൽ വരൂ. ആ വഴിക്കാണ് ചെറുക്കൻ പോയിരിക്കുന്നേ. ഞാനൊരു പണത്തിന് അത്യാർത്ഥിയില്ലാത്ത ഒരാളാണ് ലഡു സിംഗ് സാറേ. ഞാൻ പാവപ്പെട്ടവർക്കൊക്കെ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ ആരെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നോ അവർക്കൊക്കെ ഞാൻ വെള്ളം കൊടുത്തിരിക്കും. ആർക്കും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. വാ വാ, നിങ്ങൾക്ക് എന്ത് നല്ലൊരു മനസ്സാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളൊരു മനുഷ്യനേ അല്ല, അതായത് നിങ്ങളൊരു മഹാപുരുഷൻ എന്നാ പറഞ്ഞു വന്നത്. എത്ര വലിയ ചിന്തകളാണ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങളെ പോലെ വലിയ മനസ്സിലുള്ള ആൾക്കാർ കാരണമാണ് ഈ ലോകത്തിൽ സമാധാനം ഉള്ളത്. ഞാൻ അങ്ങനെയാണെന്നേ, വിശാല ഹൃദയനല്ലേ ഞാൻ. ആര് വിഷമിക്കുന്നത് കണ്ടാലും എനിക്കത് നോക്കി നിൽക്കാൻ പറ്റത്തില്ല എന്റെ സാറേ. ഹലോ, ലഡു സിംഗ് സ്പീക്കിംഗ്. എന്ത്? എന്റെ പരിധിയിൽ മോഷണമോ? എന്തായി പറഞ്ഞു വരണേ? എങ്ങനെ? ആ യെസ് യെസ്, നേരാണോ പറഞ്ഞത്? അത് ശരി, അപ്പൊ അതാണോ കാര്യം? ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം ശിവ. എന്റെ സാറേ, ഈ ലോകത്തിൽ എത്ര ടൈപ്പ് ആൾക്കാരാ ഉള്ളത്. നിങ്ങളെ പോലുള്ളവർ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സേവ ചെയ്യുന്നു. എന്നാൽ ഒരു കൂട്ടം കള്ളന്മാര് കുടിക്കുന്ന വെള്ളത്തിൽ തട്ടിപ്പ് നടത്തുന്നു.
ആ ഞാൻ നോക്കിക്കോളാം. എന്റെ പേര് ലഡ്ഡു സിംഗ് വെറുതെ അല്ല ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതെങ്കിലും ഒരു കള്ളൻ മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ അവിടെയുള്ള ആൾക്കാർ പറയും മോട്ടിക്കരുത്, ലഡ്ഡു സിംഗ് സാറ് വരുമെന്നല്ലേ. എന്നിട്ടാ കള്ളന്മാര് മോട്ടിക്കുന്നതൊക്കെ നിർത്തി നല്ല മനുഷ്യരായി മാറുകയും ചെയ്യും. വാവ്, കലക്കി. അപ്പൊ നിങ്ങളും എന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. ഞാൻ ഇതെല്ലാം അങ്ങോട്ട് പോട്ടെ. ശിവ മരത്തിന്റെ പുറകെ എവിടെയെങ്കിലും ഒളിഞ്ഞു നിൽപ്പുണ്ടാവും. ഞാൻ അങ്ങോട്ട് ചെന്ന് എത്രയും പെട്ടെന്ന് ആ കള്ളന്മാരെ പിടിക്കണം. കുടിക്കുന്ന വെള്ളത്തിൽ ജനങ്ങളെ പറ്റിച്ച് ബിസിനസ് നടത്തുന്ന ആ കള്ളന്മാരെ അങ്ങനെ വെറുതെ വിട്ടൂടാ. അവര് തട്ടിപ്പ് നടത്തുന്ന സ്ഥലം ശിവ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ പോയി അവരെ പിടിക്കേണ്ട കാര്യമുള്ളൂ. ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേഗം ചെന്ന് പിടിക്കണം കേട്ടോ ആ നശിച്ച കള്ളന്മാരെ. എന്നിട്ട് അവർക്ക് നല്ല പെടയും കൊടുക്കാം. റേബ, നിങ്ങൾ എത്രയും പെട്ടെന്ന് മടങ്ങി പൊയ്ക്കോളൂ. ഞാനിവിടെ ഒരു ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുകയാണ്. ലഡ്ഡു സിംഗ് വരാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആ ഗുണ്ടകളെ എത്രയും പെട്ടെന്ന് പിടിച്ചിട്ട് ഞാൻ വന്നേക്കാം. ഓക്കേ ശിവ, ഓൾ ദി ബെസ്റ്റ്. ചെറുക്കൻ വേഗം ചെന്ന് പിടിക്കാം. പിടിക്കാ ചെറുക്കനെ, നിൽക്കണ അവിടെ. നിർത്ത്, വണ്ടി നിർത്ത്. ശിവയെ കാണുന്നില്ലല്ലോ. ഞാൻ പറയാം ലഡ്ഡു സിംഗ് സാറേ, അത് ഞാൻ പറയാം. ഇതിനാണ് പറയുന്നത് ഒരു വെടിക്ക് 2 പക്ഷി എന്ന്. ആ കുട്ടി എന്തായാലും കുടുങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി അവന്റെ കൂട്ടുകാരെയും പിടിച്ചേ പറ്റൂ. പറ്റിച്ചു. നീ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനെ പറ്റിച്ചു. ഞാൻ നോക്കിക്കോളാം. ഒറ്റൊരുത്തരെയും ഞാൻ വെറുതെ വിടില്ല. ഐ. തക്കടോ, അവന്റെ കൂട്ടുകാരെ രക്ഷിക്കാനായിട്ട് ആ ചെറുക്കൻ തീർച്ചയായിട്ടും വരും. വളച്ചു കെട്ടി പിടിക്കണം അവന്. പോകുന്നു, വേഗം ചെന്ന് പിടിക്ക. അവനാള് ഭയങ്കര വിരുദ്ധനാ. വരോ കൊട്ടെ, എന്താണ് നിന്റെ പ്രോബ്ലം എന്ന് തുറന്ന് പറ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന കൊട്ടെ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. കൊട്ടെ, കൊട്ടയെ പിന്നെ കൊട്ടയെന്ന് വിളിക്കാതെ വേറെന്ന് വിളിക്കണം. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പേടിക്കവന് പോകാൻ അനുവദിക്കരുത്. ലഡ്ഡു സിംഗ് സാറേ, അവർ തുടങ്ങി കഴിഞ്ഞു. എന്റെ അമ്മോ, എന്റെ കാല് പോയേ. വെരി ഗുഡ് ശിവ. നല്ല കൊടുക്ക്. ഓൾ ദ ബെസ്റ്റ് ശിവ. ശിവ, ശിവ, ശിവ. ലഡ്ഡു സിംഗ് സാറേ, ഇവിടെ ഫൈറ്റിന്റെ മേച്ചല് നടക്കുന്നത്. ഒന്ന് ചെന്ന് സഹായിച്ചൂടെ നിങ്ങൾക്ക്? ഓ യെസ്, മേഡറാം വാ, നമുക്ക് ഇപ്പൊ തന്നെ ആക്രമിക്കണം. ശരി സാറേ. മേഡറാം. ലഡ്ഡു സിംഗ് സാർ, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയിക്കോളൂ. ഓക്കെ ശിവ.
എന്റെ സാറേ സാറേ എന്തായി കാണിക്കുന്നൊന്ന് നിന്നേ. ശിവ പറഞ്ഞത് അവന്റെ ഫ്രണ്ട്സിനെ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാനാണ്. ഓ എന്നാ ശരി, എന്നാ പിടിച്ചോ. വരൂ കുട്ടികളെ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാം. വേഗം വന്നേ. വന്നേ. ആ ചാടിക്കോ. കണ്ടില്ലേ കുട്ടികൾ ഓടുന്നത്? ചെന്ന് പിടിക്കണടേ, ഒരെണ്ണം രക്ഷപ്പെടരുത്. പഠിക്കേ. സാറേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സാറെന്നൊരു ഹീറോന്റെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഐ സല്യൂട്ട് ചെയ്യൂ. ശിവ, ഇവരെ ശരിക്കും കൊടുക്കാനുള്ള ഒരു വഴിയുണ്ട്. എന്തോ? മുൻപിൽ പോയാൽ കുറച്ച് ചതുപ്പ് നിലങ്ങളുണ്ട്. നിനക്കതറിയാലോ? യെസ് യെസ്, യു ആർ റൈറ്റ്. നിങ്ങൾ അത് വഴിക്ക് പൊയ്ക്കോ. പക്ഷെ അടുത്തേക്ക് എത്തുമ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോളാം. അതിനുശേഷം ഞാൻ നോക്കിക്കോളാം. എഞ്ചിൻ തകരാറായിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് അഭിനയിക്കണം, കേട്ടോ? ഓക്കെ ഓക്കെ, ഞാൻ ലഡ്ഡു സിംഗ് സാറോട് പറഞ്ഞോളാം.
അവനെന്താ പറയാന്നറിയോ വീർപ്പാണി സാറേ? താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണുന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.